ഓക്കെ, അപ്പോൾ നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ലീക്ക് പ്രൂഫ് ആയിട്ട് നമുക്ക് കിട്ടും. സ്റ്റാർട്ടിങ് നമുക്കൊരു 1800 പ്ലസ് ടാക്സ് മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും. അതെങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള എല്ലാ ഐഡിയാസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്കത് വ്യക്തമായിട്ട് ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരും. ജസ്റ്റ് ബോട്ടിൽ നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് നല്ല കറക്റ്റായിട്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു സൈഡിലെ പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ നേരെ എടുത്ത് അപ്പർ സൈഡിലോട്ട് വെച്ചു. അപ്പോൾ നമുക്കിത് 10 വേണമെങ്കിൽ 10 സെറ്റ് ചെയ്യാം, ഓരോ പീസ് വേണമെങ്കിൽ ഓരോ പീസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് കസ്റ്റമറുടെ റിക്വയർമെന്റ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ലോൺ വേണം അല്ലെങ്കിൽ സബ്സിഡി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കും കസ്റ്റമർക്ക്. അപ്പോൾ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോണായിട്ട് കിട്ടും. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എൻ്റെ പേര് ജിജോ. നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് തേക്കാനത്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ബ്രാൻഡ് നെയിം വരുന്നത് ടി-ടെക് എന്നാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത്? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പാക്കിംഗ് ആൻഡ് ഫില്ലിംഗ് ആൻഡ് കോഡിംഗ് മെഷീൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അതിൽ നമുക്ക് MRP മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ പ്രിൻ്റ് ചെയ്ത് അത് കവർ സീൽ ചെയ്ത് അത് നല്ലൊരു ബ്രാൻഡായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും അതുപോലെ മെഷീൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് ആണോ മാനുഫാക്ചറിംഗ് ആണോ എങ്ങനെയാണ്? നമ്മൾ മാനുഫാക്ചറിംഗ് ആണ്. 90% നമ്മൾ മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ലോൺ സബ്സിഡി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും, എങ്ങനെയാണ്? അത് ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ലോൺ വേണം അല്ലെങ്കിൽ സബ്സിഡി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കും കസ്റ്റമർക്ക്. അപ്പോൾ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോണായിട്ട് കിട്ടും. അതുകൊണ്ട് സബ്സിഡി വേണമെന്നുണ്ടെങ്കിൽ PMFMയുടെ സ്കീമിൽ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40% വരെ അവർക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കൊട്ടേഷൻസ് കാര്യങ്ങൾ അത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ള മെഷീൻസ് നമ്മൾ കൊട്ടേഷൻ രൂപത്തിൽ കൊടുക്കും. അതായത് അതിന് വേണ്ട പേപ്പർ വർക്കുകൾക്കുള്ള ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ ഏരിയ ഏതാണോ അവിടെയുള്ള ഈ PMFMയുടെ സ്കീം ചെയ്യുന്ന ലോൺ ചെയ്യുന്ന ആൾക്കാർ, MSMEയുടെ ടീംസ്, അവരെല്ലാം കോൺടാക്ട്സ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ സർവീസ് ഓൾ കേരള നമുക്ക് ഡെലിവറി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. വലിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സർവീസ് ഓൺ സൈറ്റ് നമ്മൾ 1 ഇയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺ സൈറ്റ് സർവീസ് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് മെഷീൻസും ഒന്ന് കാണാം. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കിംഗ് മെഷീൻ്റെ ബേസിക് മോഡൽസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് മെഷീൻസ് നമുക്കിത് 8 ഇഞ്ച് മുതൽ 40 ഇഞ്ചസ് വരെ നമുക്ക് മെഷീൻസ് ഉണ്ട്. അതുപോലെ തന്നെ സീലിംഗിന്റെ വിഡ്ത്ത് 1.6 മുതൽ 5 mm വരെ സീലിംഗ് വിഡ്ത്ത് വരുന്നുണ്ട്. അതിൽ ഹോട്ട് ബാർ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി മെഷീൻസ് ആണ് നമുക്ക് ഹാൻഡ് സീലിംഗ് മെഷീൻസിൽ വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. ഹാൻഡ് സീലിംഗ് മെഷീൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു 1800 പ്ലസ് ടാക്സ് മുതലൊക്കെ സ്റ്റാർട്ടിംഗ് വരും. 1800 പ്ലസ് ടാക്സ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മെഷീൻസ് കോഡിംഗ് മെഷീൻസ് ആണ്. ഇത് എല്ലാ തരം സ്റ്റാർട്ടപ്പുകളിലെ ആൾക്കാർ ചെയ്യുന്നതാണ്. നമുക്ക് MRP, മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, പെർ ഗ്രാം യൂണിറ്റ് എത്രയാണെന്നുള്ളതെല്ലാം നമുക്ക് ഡിജിറ്റലായിട്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കവറുകളിൽ പ്രിന്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് വെറൈറ്റി ടൈപ്പ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് മോഡലുകൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടി നമുക്ക് എന്താണോ മാറ്റർ നമുക്കത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്രിൻ്റ് ആയി കിട്ടും. നമുക്കിത് കവറിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ബോട്ടിൽസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിക്കുക, ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഈ മെഷീൻസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് മോഡൽ പ്രൈസ് വരുമ്പോൾ നമുക്കൊരു 11,500 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 11,500 തൊട്ട് പ്ലസ്. അത് കഴിഞ്ഞ് മാക്സിമം വരുമ്പോഴത്തേക്ക് മാക്സിമം നമുക്ക് 1 ഇഞ്ച് 2 ഇഞ്ച് മെഷീൻസ് വരെ നമുക്ക് ഒരു 40,000 വരെയുള്ള മെഷീൻസ് നമുക്ക് 40,000 രൂപ വരെയുള്ള, അതായത് ഹാൻഡ് ഹെൽഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. പിന്നെ അതിൻ്റെ തന്നെ നമുക്കൊരു കൺവേർട്ട് ടൈപ്പ് തന്നെയാണ്, ഓട്ടോമാറ്റിക് ടൈപ്പ് മെഷീനാണ് ഈ വരുന്നത്. ഇതിന്റെ പ്രവർത്തനം എന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 500, 1000, 1,500 ഒക്കെ പാക്കറ്റ്സ് അല്ലെങ്കിൽ ബോട്ടിൽസ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ കൺവേർട്ട് ടൈപ്പ് ആയിരിക്കും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതിൽ ഇത് ബോട്ടിൽ മാത്രമല്ല, നമുക്ക് ബോട്ടിൽ മാത്രമല്ല കവർ ചെയ്യാം, ബോക്സ് ചെയ്യാം. അത് നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വരുന്ന ബോക്സ്, ബോട്ടില്, കവറ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു മെറ്റലിന്റെ ഇതായിക്കോട്ടെ, നമുക്ക് എന്തിലും വേണമെങ്കിലും നമ്മൾ ഇതിനകത്ത് കൺവെയറിൽ വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം 1 by 1 ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിക്കാമല്ലോ. അപ്പോൾ ഓൺലൈൻ കവറിൽ നമുക്കൊരു 4 ഇഞ്ച് തൊട്ട് ഡിസ്പ്ലേ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 4 ഇഞ്ച്, 5 ഇഞ്ച്, 7 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് നമ്മുടെ കസ്റ്റമറുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോർമൽ കൺവെയർ ആണ് വരുന്നത്.
അപ്പോൾ നമുക്കിപ്പോൾ ബോട്ടിൽ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ ചെയ്യാം, സിംഗിൾ പൗച്ചസ് വേണമെങ്കിൽ അതിൽ ചെയ്യാം, മാസ്റ്റർ കാർട്ടൺ ഉണ്ട്, ബോക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ബോട്ടിലിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഫ്രണ്ട് സാമ്പിൾ അടിച്ച് കാണാം. ഓക്കെ. നമുക്കൊരു വ്യക്തമായിട്ട് പ്രിന്റിങ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരും അല്ലേ? മിനിറ്റിൽ നമുക്കൊരു 20 to 30 ബോട്ടിൽസ് നമുക്ക് ചെയ്യാം, ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഇതുപോലെ പാക്കറ്റുകൾ നമുക്ക് ചെയ്ത് പാക്കറ്റിലും ചെയ്യാം. പിന്നെ കുറച്ച് നമ്മുടെ മാൻ പവറും കൂടെ ഫുൾ ഓട്ടോമാറ്റിക്കലി അല്ല, നമ്മൾ വേണ്ടി വരും. അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഈ മെഷീന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിത് കൺവെയറും 8 ഇഞ്ച് കൺവെയറും 4 ഇഞ്ച് ഡിസ്പ്ലേയും കാറ്റഗറി ഉൾപ്പെടെ നമുക്ക് ഒരു 60,000 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും. 60,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന ഇൻഡക്ഷൻ സീലേഴ്സ് ആണ്. അത് നമ്മുടെ അച്ചാറിന്റെ ബോട്ടിൽ ഒക്കെ നമ്മളിപ്പം പാക്ക് ചെയ്യില്ലേ, അപ്പം ലീക്ക് പ്രൂഫ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളതാണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും അതിന്റെ ഇത് വരുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് ഡെമോ കാണാം. നമ്മൾ സീൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും. അപ്പോൾ ലീക്ക് പ്രൂഫ് ആയിരിക്കും. പിന്നെ ആരും ഓപ്പൺ ചെയ്തിട്ടില്ല, കേടുകൂടാണ്ട് കുറച്ച് ആളുകളുടെ ഈർപ്പം തട്ടാണ്ട് ഇരുന്നുള്ളൂ. നമ്മൾ ബോട്ടിലിൽ ഇതാണ് ഇൻഡക്ഷൻ വാർഡ് വരുന്നത്. നമ്മൾ ക്യാപ്പിന്റെ ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ട് ക്യാപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഇതിന്റെ മുകളിലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഒരു 1 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മുടെ സീലായി കിട്ടും. ലീക്ക് പ്രൂഫ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ പ്രൈസ് നമുക്കൊരു 7,000 തൊട്ട് സ്റ്റാർട്ടിങ് വരും. 7,000 തൊട്ട് സ്റ്റാർട്ടിങ് വരും. പിന്നെ അതിന്റെ തന്നെ ഒരു കൺവേർട്ട് ടൈപ്പാണ് ഈ വരുന്നത്. നമ്മൾ ബോട്ടിൽ ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബോട്ടിലിന്റെ ഹൈറ്റ് അനുസരിച്ച് ഇത് കൺവെയറിൽ വന്ന് സെറ്റായിട്ട് വരും. നമുക്ക് കറക്റ്റായിട്ട് സീലിംഗ് കിട്ടും. അപ്പൊ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൺവെയർ ടൈപ്പ് ഓട്ടോമാറ്റിക് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി സൂട്ടബിൾ. നമുക്ക് ഹൈറ്റ് ഏത് സൈസ് വരെ സൈസ് നമുക്ക് ഇവിടെ പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ നമ്മുടെ ലേബലിംഗ് മെഷീൻസ് ആണ്. ഇപ്പൊ നമ്മൾ ബോട്ടിലിൽ MRP ഡേറ്റ് ഒക്കെ അടിച്ചു, ഐറ്റം ഫില്ല് ചെയ്തു, നമ്മൾ അതിനെ ലീക്ക് പ്രൂഫ് ആയിട്ട് സീൽ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബ്രാൻഡ് വെച്ചിട്ട് അതിന് ബ്രാൻഡ് ചെയ്യണം. അതിന് നമുക്ക് ലേബലിംഗ് മെഷീൻസ് മാനുവൽ ഉണ്ട്, ന്യൂമാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബോട്ടിൽ നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് നല്ല കറക്റ്റായിട്ട് നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്ത് കിട്ടും. വളരെ ഈസിയാണ് നമുക്ക് ഇതിന്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് ചെയ്ത് നമ്മൾ എങ്ങനെ പുറത്തോട്ട് ഇറക്കുന്നോ അതിന് വേണ്ടതെല്ലാം നമ്മുടെ അടുത്ത് തന്നെ സൊല്യൂഷൻസ് എല്ലാം അവൈലബിൾ നമുക്കൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങാം. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡേറ്റ് അടിക്കാം, പിന്നെ ഫില്ലിംഗ് മെഷീൻസ് അപ്പുറം നമുക്കത് പരിചയപ്പെടാം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്യാൻ സീലിംഗ് മെഷീൻസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുക്കീസ്, അതുപോലെ തന്നെ മറ്റേ ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ജ്യൂസസ്, അതെല്ലാം ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ക്യാനിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാൻ എങ്ങനെ സീൽ ചെയ്യാം എന്നുള്ള മെഷീനാണ്. ഇത് നമുക്ക് മാനുവലും ഉണ്ട്, സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ലീക്ക് പ്രൂഫായിട്ട് നമുക്ക് വളരെ നല്ലൊരു ഇതിൽ നമുക്ക് കിട്ടും. ക്യാൻ കിട്ടും. നമുക്കിവിടെ ഓപ്പണർ വരുന്നുണ്ട്, പകുതി ഓപ്പണിംഗിന്റെ ഫുൾ ഓപ്പണിംഗ്. അത് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ തന്നെ പർച്ചേസ് ചെയ്യണം. ബോട്ടിൽ നമ്മൾ സപ്ലൈ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കും. ഓക്കെ. പിന്നെ ഇത് നമുക്ക് 83, 63, 53 അങ്ങനെ പല സൈസ് കസ്റ്റമൈസ് ചെയ്യാവുന്ന മെഷീനാണിത്. ഇപ്പൊ ഈ സൈസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? പ്രൈസ് നമുക്ക് മാനുവൽ തൊട്ട് നമുക്കൊരു 28,000 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും. മാനുവലി 28,000 രൂപ സ്റ്റാർട്ടിങ്. ഇത് വരുമ്പോൾ സെമി ഓട്ടോമാറ്റിക് നമുക്കൊരു 36, 37. പിന്നെ കസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കോസ്റ്റ് കാര്യങ്ങളെല്ലാം. ഡീഹൈഡ്രേറ്റഡ് മെഷീൻസ് ആണ് വരുന്നത്. ഇത് ഹീറ്റ് പമ്പ് ബേസ്ഡ് ഡീഹൈഡ്രേറ്റർ ആണ് വരുന്നത്. ഫുൾ SS മോഡലാണ് വരുന്നത്. അതിൽ ഇത് ഇലക്ട്രിക് ടൈപ്പ് ഡീഹൈഡ്രേറ്റർ ആണ് വരുന്നത്. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ഫിഷ്, മീറ്റ്, അങ്ങനെ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഉണക്കി നമുക്കതിനെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഉണക്കി നമുക്ക് പൊടിക്കാം. അതെല്ലാം പറ്റുന്ന 2 മോഡൽ ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഹീറ്റ് പമ്പ് ബേസ്ഡ് ആണ് വരുന്നത്, ഒന്ന് ഇലക്ട്രിക് ടൈപ്പാണ് വരുന്നത്. ഇതിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് നമുക്ക് ഹീറ്റ് പമ്പ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു 2 ലക്ഷത്തിന് മുകളിലിട്ട് സ്റ്റാർട്ടിംഗ് വരും. 2 ലക്ഷത്തിന് മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് വരും. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വരുമ്പോൾ നമുക്കൊരു 47,000 മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഫില്ലിംഗ് മെഷീൻസ് ആണ്.
നമുക്കിത് ഗ്രാനുവൽസ് പൗഡറൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടുന്ന മെഷീൻസാണിത്. നമുക്ക് 10 to 100 gram വരെ ചെയ്യാവുന്ന മെഷീനുണ്ട്, 10 to 500 ഉണ്ട്, അതുപോലെ തന്നെ 1000 1 kg ചെയ്യാവുന്ന മെഷീൻസ് എല്ലാം അവൈലബിൾ. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുകയാണ് എത്ര ഗ്രാം വേണമെന്നുള്ളത്. ഇപ്പോൾ 5 gram 10 gram 50 gram സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെഷീൻ തന്നെ തൂക്കി തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തുള്ള കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസാണ്. ഇത് ഹൊറിസോണ്ടലാണ്, അത് ഹൊറിസോണ്ടൽ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആണ്. താഴെ ഇരിക്കുന്നതെല്ലാം വെർട്ടിക്കൽ ടൈപ്പ് മെഷീൻസ് ആണ്. അതായത് പൊടി ഐറ്റംസും ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഉപയോഗിക്കാം. മറ്റേ ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഗ്രാനുവൽസ് ചെറുത് പറഞ്ഞു ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത ക്വാണ്ടിറ്റി വരും, അത് സെൻസ് ചെയ്ത് ചാടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 35 gram സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സീലിംഗ് മെഷീനിൽ വെച്ച് വിട്ട് കഴിഞ്ഞാൽ സീലായിട്ട് ഒട്ടി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യാവുന്നുള്ളൂ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. വീട്ടമ്മയ്ക്ക് സുഖമായിട്ട് ചെയ്യാം. കാരണം പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തു നമുക്ക് വേ ചെയ്ത് കിട്ടി, അതിൻ്റെ കൂടെ തന്നെ ഈ മെഷീനിൽ വെച്ച് വിട്ട് കഴിഞ്ഞാൽ അത് സീൽ ചെയ്ത് കിട്ടും. നമുക്ക് MRP അടിക്കുന്ന മെഷീനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രിന്റിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പെട്ടെന്ന്, വളരെ ഈസിയാണ്. ഇപ്പോൾ ഈ 2 മെഷീനും കൂടി ചേർത്തിട്ട് നമുക്ക് എത്ര പ്രൈസ് വരും? ഈ മെഷീൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 20,000 മുതൽ മുകളിലിട്ട് വരും. അത് പ്രൊഡക്റ്റ് 20,000 രൂപ തൊട്ട് മുകളിലിട്ട് വരും. അത് വിറ്റ്വിൻ വെയിറ്റിന്റെ റേഞ്ചിന്റെ ഇതും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഗ്രാനുവൽസോ പൗഡർ ആകുമ്പോൾ അതിനുള്ള വ്യത്യാസങ്ങളും വരും. ഇത് വരുമ്പോൾ നമുക്കൊരു 14,500 15 മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും. ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഈ കവർ പാക്കറ്റുകൾ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ തന്നെ അതിനുള്ള കോൺടാക്ട്സ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരും. ഇപ്പം ഡിസൈൻ ചെയ്ത കവർ വേണമെന്ന് ഡിസൈൻ ചെയ്യുന്ന ആളുടെ കോൺടാക്ട്സ് തരും. പ്ലെയിൻ കവർ മതിന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ തരും. കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് നമ്മൾ മെഷീൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഗ്രൂപ്പുകളായിട്ടായിരുന്നാലും കുടുംബ സ്ത്രീ യൂണിറ്റുകൾ, വീട്ടമ്മമാർ, ഇവർക്കൊക്കെ ചെറുതായിട്ടൊരു വരുമാന മാർഗം വീട്ടിൽ നിന്ന് ചെയ്യണം, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ് ലോൺ എടുത്തിട്ടായിരുന്നാലും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബിസിനസ് ഐഡിയ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ള മെഷീൻസ് എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കും. അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഈ മെഷീനിന്റെ ഉപയോഗം ഇതാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും, അതിനോടുകൂടി ഇന്ന മെഷീൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കുറച്ചും കൂടെ ഈസി ആവും, നമുക്ക് വരുമാനം കൂട്ടാൻ പറ്റും, ചെലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അവരെല്ലാം കണ്ട് അവരെല്ലാം എഴുതിയെടുത്തിട്ട് പോയിട്ട് അവർക്ക് ഏതാണോ ആപ്റ്റായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് മെഷീൻ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഏതാണോ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ചിലവർ അച്ചാർ യൂണിറ്റ് ആയിരിക്കും, ചിലവർ റീപാക്കിംഗ് ആയിരിക്കും, ചിലവർ പൊടി ഐറ്റംസ് ആയിരിക്കും, ചിലവർ മില്ലറ്റ്സിൻ്റെ വർക്കായിരിക്കും, ചിലവർ ഡീഹൈഡ്രേറ്റ് എടുത്തിട്ട് ഡ്രൈ ചെയ്ത് കൊടുക്കും. അതുപോലെ വാക്യൂം മെഷീൻസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫിഷ് ഐറ്റംസ് ഒക്കെ വാക്യൂം ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ അടുത്തുള്ള മെഷീൻസും അവർക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണോ അതിന് ചേരുന്നതായിട്ട് നമ്മളൊരു ബിസിനസ് ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ മെഷീൻസ് വിൽക്കുക മാത്രമല്ല അവർക്കൊരു ഐഡിയ കൂടി നമുക്ക്, അതായത് പുതിയതായിട്ട് ഒരാൾ വന്ന് ആൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആളുടെ കയ്യിൽ ഇന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള എല്ലാ ഐഡിയാസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ മെഷീൻ തന്നെ വെറൈറ്റി മെഷീൻസ് ആണ് ഈ വരുന്നത്. ഇത് 10 to 100 gram ആണ് വരുന്നത്. ഇത് 200 gram ആണ് വരുന്നത്. അത് 500, അതുപോലെ തന്നെ 1000 വരുന്നുണ്ട്. 1 kg ഒരു തൂക്കാവുന്ന 100 to 1000. അങ്ങനെ ഡബിൾ ഹെഡ് മോഡലാണ് ആയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾക്ക് ഫ്രീ ഫ്ലോ ആയിട്ടുള്ള പൊടികൾ, തരി ടൈപ്പുള്ള പൊടികളും ഗ്രാനുവൽസുകളും ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ ഇരിക്കുന്നത്. ഇത് നമുക്കൊരു 1,30,000 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും. അതായത് ഇപ്പം ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ഗ്രാനുവൽസും ഉണ്ടാവും, കുറച്ച് പൊടി ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി അതുപോലത്തെ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള മില്ലറ്റ്സിന്റെ പൗഡേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ ചെറിയ ബേക്കറി ഐറ്റംസും ഉണ്ട്, കടല, പരിപ്പ്, പയർ അങ്ങനത്തെ ഐറ്റംസും ഉണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്യാം. മറ്റത് വരുമ്പോൾ സെമി ഓട്ടോമാറ്റിക് 2 മെഷീൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് നമ്മൾ ഇത് വെച്ചിട്ട് തൂക്കാനും പറ്റും, സീൽ ചെയ്യാനും പറ്റും അല്ലേ? അതിലില്ല, ഇത് അതായത് മറ്റേ മെഷീൻസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനുവൽസ് ആണെങ്കിൽ പയർവർഗ്ഗങ്ങൾ ഒരെണ്ണത്തിലാണ് പോവുള്ളൂ, പൊടി ഐറ്റംസ് വേറെ ഇതിൽ പോകും. അങ്ങനെ ചെയ്യണം. അപ്പൊ കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മെഷീനാണ്. കാരണം അവർക്ക് ബേക്കറി ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ പൊടി ഐറ്റംസ്, അരിപ്പൊടി കാര്യങ്ങളുള്ള ഫ്രീ ഫ്ലോ ആയിട്ടുള്ള തരിയുള്ള പൊടീസ് ഉണ്ട്, തേയില. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യാനായിട്ട് പോലും അല്ലെങ്കിൽ 2 മെഷീന്റെ കോസ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ചെയ്യാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ഡെവലപ്പ് ചെയ്തെടുത്തൊരു മെഷീനാണ് ഇത്. അപ്പൊ ഇതിന്റെ എന്ന് വെച്ചാൽ നമുക്ക് 20 gram തൊട്ട് 1 kg വരെ നമുക്ക് തൂക്കി കിട്ടും. അതുപോലെ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാംസ് എല്ലാം സേവ് ചെയ്ത് വെക്കാം. അതിപ്പോ കടല എന്നുള്ളതാണ്, കടല എന്നുള്ള സെറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം നമ്പർ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കിടന്നോളൂ. നമുക്കൊരു 99 പ്രൊഡക്റ്റ് വരെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം.
മാൻ പവർ ലാഭിക്കാൻ പറ്റും ആ അല്ലേ? മാൻ പവർ ലാഭിക്കും. നമ്മളാദ്യം സീലിംഗ് മെഷീൻസ് ഇത് നോർമലായിട്ട് കവർ സീൽ ചെയ്യുന്ന മെഷീനാണ് കണ്ടത്. ഇന്നിപ്പോൾ നമുക്കിപ്പം ചിപ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നൈട്രജൻ്റെ ഗ്യാസ് ഫ്ലഷിങ് മെഷീൻസാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരു യൂണിറ്റ് വെച്ചിട്ട് ഗ്യാസ് ഫ്ലഷ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ കവറിലൊക്കെ എയർ ഫില്ല് ചെയ്ത്, കാരണം പൊടിയാതെ ഇരിക്കാനും അതുപോലെ തന്നെ ഇതിന് ക്രിസ്പിനെസ് കുറച്ച് ഇങ്ങനെ കൂടുതൽ നാൾ നിൽക്കാനുമായിട്ട് നമുക്ക് ഗ്യാസ് ഫ്ലഷ് ചെയ്യാവുന്ന മെഷീനാണ് ഈ ടൈപ്പ് മെഷീൻസ്. ബാൻസിലർ അത് നമുക്ക് 28,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എയർ ഫില്ലായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളൂ. നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് മെഷീനിൽ ലേസിൻ്റെ പാക്കറ്റൊക്കെ വരില്ലേ, അതുപോലെ ചെയ്യണത് നമുക്ക് മാനുവലായിട്ട് നമ്മുടെ തന്നെ ഒരു ചെറിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായ മെഷീൻസ്. ഈ വരുന്നതല്ല വാക്യൂം സീലിംഗ് മെഷീൻസ് ആണ് വരുന്നത്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, മീറ്റ് ഐറ്റംസ്, വെജിറ്റബിൾസ് എല്ലാം, അതുപോലെ തന്നെ ഇതിപ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ഇതെല്ലാം നമ്മൾ വാക്യൂം ചെയ്ത് വെച്ച് ഇതിൻ്റെ ക്രിസ്പിനെസ് കൂടുതലായിട്ട് കിട്ടും, കേടാവത്തില്ല. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഈ ഷെൽ ലൈഫ് ചിലപ്പോൾ 1 വീക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കൊരു 3 to 4 വീക്സ് വരെ നമുക്ക് ഷെൽ ലൈഫ് കിട്ടും. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാക്യൂം മെഷീൻസ് ഉണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് ടൈപ്പ് വരുന്ന മെഷീൻസ് ആണ്. പിന്നെ എൻ്റെ സ്റ്റാൻഡിങ് ടൈപ്പ് വരുന്നുണ്ട്. ഇത് ചേംബർ ടൈപ്പ് ടേബിൾ ടോപ്പ് വരുന്നു. പിന്നെ അതിൻ്റെ തന്നെ എക്സ്റ്റേണൽ നൈട്രജൻ പ്ലസ് വാക്യൂം ചെയ്യാവുന്ന മെഷീനാണ്. ഈ മെഷീനിൽ നൈട്രജനും പ്ലസ് ആവും, അതുപോലെ തന്നെ വാക്യൂം ചെയ്യും. പിന്നെ അതിൻ്റെ ഡബിൾ ചേംബർ മെഷീൻസ് ആണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇതിൽ ഈ ചെറിയ മെഷീനിൽ നമുക്ക് എത്ര kg വരെ വാക്യൂം പാക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിലൊരു 2 to 3 kg, അത് ഡിപ്പെൻസ് ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ചെറിയ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് kg കുറച്ച് കൂടുതൽ ചെയ്യാം, കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് kg കൂടുതൽ വരും, 3 to 5. അതായത് ഡിപ്പെൻസ് ഓൺ പ്രൊഡക്റ്റിന്റെ ഇതനുസരിച്ചാണ്. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഗ്രാനുവൽസ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ വെക്കുക. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക, അടയ്ക്കുക. ഇതാണ് വാക്യൂം മീറ്റർ നമ്മൾ സെറ്റ് ചെയ്തേക്കേണ്ടത്. ഇതനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. റൗണ്ട് 0 ആകുമ്പോഴത്തേക്ക് നമ്മൾ പാക്കിംഗ് കഴിയും. അത് വാക്യത്തിന്റെ ഇത് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വാക്യൂം ടൈമാണ്. പിന്നെ സീലിംഗ്, പിന്നെ കൂളിംഗ്, പിന്നെ എയർ വലിച്ച് പുറത്തോട്ട് തള്ളും. ഈ ഒരു ടൈം മതിയാവും അല്ലേ? അതും ഒരു 10 to 15 സെക്കൻഡ്സ് മതി. നമുക്ക് കവറിൽ നിറച്ച് ഐറ്റം എന്നുണ്ടെങ്കിൽ 10 to 15 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് വാക്യൂം ചെയ്ത് ഇതായിട്ട് കിട്ടും. ഇതിപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജിലൊക്കെ ഈ ഫിഷ് ഇപ്പോൾ ഗൾഫിലൊക്കെ ചെയ്യാന്ന് വെച്ചാൽ മീറ്റെല്ലാം കട്ട് ചെയ്ത് ഫിഷെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വാക്യൂം ചെയ്തിട്ടാണ് സീ മാർഗം അയക്കുന്നത്. അപ്പം അത് കേടുകൂടാണ്ട് ഇരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഓക്സിജന്റെ കണ്ടന്റ് വരുന്നില്ല. ലൈഫ് കൂടുതൽ കിട്ടും, കേടുകൂടാതിരിക്കും. കാരണം നമ്മൾ വീണ്ടും അത് തുറന്നു കഴിയുമ്പോൾ അത് അതേ ഫ്രഷ്നെസ്സിനോടുകൂടി നമുക്ക് കിട്ടും. ഇത് അതിന് ഡബിൾ ചേംബർ മെഷീനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അറ്റ് ടൈമിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഐറ്റം വെച്ചിട്ട് നമ്മൾ വാക്യൂം ചെയ്യുമ്പോൾ അപ്പുറ സൈഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡിൽ വെച്ചു, നമ്മൾ പ്രസ് ചെയ്തു, അപ്പോൾ ഇവിടെ വാക്യൂം നടക്കുവാണ്. ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ അടുത്ത പാക്കറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം, ഡിലേയും വരുന്നില്ല. ഇവിടെ നമ്മൾ വാക്യൂം കഴിയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഐറ്റം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു സൈഡിലെ പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ നേരെ എടുത്ത് അപ്പുറ സൈഡിലോട്ട് വെച്ചു. അപ്പൊ ഇവിടെ നമ്മൾ വെച്ചതെല്ലാം കറക്റ്റായിട്ട് വാക്യൂം ചെയ്ത് നമുക്ക് കിട്ടി. ഇത് മാറ്റിയതിനു ശേഷം അവിടെ പുതിയത് വെക്കാം. ഇത് മാറ്റിയിട്ട് നമ്മൾ എടുത്തു, റീപ്ലേസ് ചെയ്ത് പുതിയ കവർ വെച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ വാക്യൂം കഴിയും, നമ്മൾ തിരിച്ച് ഇവിടേക്ക് വെച്ചു. ഈ വലിയ ഡബിൾ ചേംബർ മെഷീൻ എത്രയാണ് പ്രൈസ് വരുന്നത്? ഡബിൾ ചേംബർ നമുക്കൊരു 1,90,000 മുതലൊക്കെ സ്റ്റാർട്ടിങ് വരും. 1,90,000 സ്റ്റാർട്ടിങ് വരും. ചെറിയ നമ്മളെ സിംഗിൾ ചെറുത് നമുക്കൊരു 28,000 മുതൽ 28,000 മുതലുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടത് സെമി ഓട്ടോമാറ്റിക് മാനുവൽ മെഷീൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി വരുന്നത് ഈ ഇരിക്കുന്ന മെഷീൻസ് എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, ഇപ്പൊ ചിപ്സ്, കടല, പരിപ്പ്, പയറ്, അതുപോലത്തെ ബേക്കറി ഐറ്റംസ് എല്ലാം നമുക്ക് ഇതുപോലെ മാല പോലെ വേണമെങ്കിൽ മാല പോലെ കിട്ടും. അല്ലെങ്കിൽ സിംഗിൾ പൗച്ച് വേണമെങ്കിൽ സിംഗിൾ പൗച്ചായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തു, ഫിലിം റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മെഷീൻ വർക്ക് ചെയ്ത് വെയിറ്റ് തൂക്കി കവർ ഫോം ചെയ്ത് നമുക്ക് നൈട്രജൻ യൂണിറ്റ് വേണമെങ്കിൽ നൈട്രജൻ യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ബാച്ച് കോഡിംഗ് വേണമെങ്കിൽ ബാച്ച് കോഡിംഗ് നമുക്ക് ആഡ് ചെയ്യാം ഈ മെഷീനിൽ തന്നെ. ഇത് അപ്പം നമ്മളിപ്പോൾ 100 ഗ്രാം വേണം, 500 ഗ്രാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മെഷീൻ തന്നെ വേ ചെയ്ത്
ഫിലിം ഇതിപ്പോ നമ്മള് റോൾ ടൈപ്പ് ഫിലിമാണ് ഇട്ടേക്കണേ, ഇത് പ്ലെയിൻ ഇട്ടേക്കണേ. അപ്പൊ നമ്മുടെ ബ്രാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് കവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, റോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കവർ ഫോം ചെയ്ത് നമുക്ക് ഇതുപോലെ മാല പോലെ കിട്ടും. ഇനിയിപ്പോ ഒരു 10 പാക്കറ്റ് കഴിഞ്ഞിട്ട് ലേസിന്റെ പാക്കറ്റ് പോലെ ഇപ്പൊ ഈ പീനട്സ് ഒക്കെ ഇപ്പൊ വരുന്നില്ല, 10 രൂപ 20 രൂപ പാക്കറ്റ് ഒക്കെ വരുന്ന മാല പോലെ, അതെല്ലാം ചെയ്യാവുന്ന മെഷീനാണ്. ഇത് നമുക്ക് 20 ഗ്രാം തൊട്ട് 1 kg വരെ ചെയ്യാം. 20 ഗ്രാം തൊട്ട് 1 kg വരെ ചെയ്യാം. ഇത് വരുന്നത് നമുക്ക് 10 ഗ്രാം തൊട്ട് 100 ഗ്രാം വരെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മാല പോലെ വേണമെങ്കിൽ മാല പോലെ, അല്ലെങ്കിൽ സിംഗിൾ പൗച്ചസ് ആയിട്ട്. ഈ മെഷീൻ ഇപ്പൊ ചെറിയ മെഷീൻ കാണിച്ചല്ലോ, ഇതിൽ നമുക്ക് ബാച്ച് സീലിംഗ് അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് നൈട്രജന്റെ ഓപ്ഷൻ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബാച്ച് കോഡിങ്, MRP അടിക്കണം, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം കണ്ടതൊക്കെ സെമി ഓട്ടോമാറ്റിക് 3-4 മെഷീൻസ് കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ഒറ്റ മെഷീനിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാം. അതായത് നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ കൂടുതലുണ്ട്, നമുക്ക് കുറച്ചും കൂടെ ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾക്ക് തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തു, ഫിലിം റോൾ ചെയ്തു, ഓട്ടോമാറ്റിക്കലി മെഷീൻ പാക്ക് ചെയ്ത് വരും. നമ്മളതൊരു കാർട്ടൺ ബോക്സിലിട്ട് പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. മറ്റേത് നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ അത് ഓരോ പൗച്ചിലോട്ടാക്കി സെപ്പറേറ്റ് ആക്കി സീൽ ചെയ്ത് ഡേറ്റ് ഒക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സമയം പോകും. അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്, നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ട് വന്ന സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഓട്ടോമാറ്റിക്കിലോട്ട് കൺവേർഷൻ ചെയ്യുവാണ് നല്ലത്. അതായത് ഇപ്പോൾ ഈ മെഷീന് നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാം. ബാച്ച് അടിക്കുന്ന ഇത് വേണമെങ്കിൽ ചെയ്യാം. നൈട്രജൻ എല്ലാം, അതായത് നമുക്കിതിപ്പോ 20 to 100 ഗ്രാം ആണ് വരുന്നത്. ഇപ്പൊ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നൈട്രജന്റെ ഓപ്ഷൻ വേണ്ടി വരും. അപ്പൊ നമ്മളത് ആഡ് ചെയ്യും. പിന്നെ ഈ ചൂട്ട് സൈസ്, അതായത് 10 ഗ്രാം ഉണ്ടാവും, 200 ഉണ്ടാവും, 250, 500, 750, അങ്ങനെ ഒരു നമുക്ക് ഇതിന് ചൂട്ട് കസ്റ്റം ചെയ്തെടുക്കണം. കാരണം കവർ ഫോം ചെയ്യണേ. അപ്പൊ 100 ഗ്രാമിന്റെ 500 ഗ്രാമിന്റെ ഇത് പോകില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ട ചൂട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡബിൾ സ്റ്റേജ് പ്രോഗ്രാമിംഗ് എല്ലാം നമ്മുടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിന്റെ പ്രൈസ് നമുക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ബേസിക് ഒരു 3.5 lakh തൊട്ട് ഈ മെഷീൻ സ്റ്റാർട്ട് ആകും. അതായത് 20 to 1 kg വരുന്നത്. ഓക്കെ, ഇത് വരുമ്പോൾ 10 to 100 ഗ്രാം ആണ്. ഇത് നമുക്കൊരു 1.5 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരും. അതിൽ പിന്നെ അഡീഷണൽ പറയുന്നില്ല, അഡീഷണൽ എമൗണ്ട് ആണ് പറയുന്നത്. അഡീഷണൽ നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ വേണ്ടത് അതിനെല്ലാം എക്സ്ട്രാ ചാർജസ് വരും. അതൊക്കെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. പറഞ്ഞു. അപ്പൊ കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവര് ഡയറക്റ്റ് ഫീൽ ആൻഡ് ടച്ച് ആണ്. കാരണം അവര് ടച്ച് ചെയ്യും. ടച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസ് സെന്റർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് ടച്ച് ചെയ്തിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഈ മെഷീൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ, അവർ പർച്ചേസിങ് ചെയ്യുള്ളൂ. അതല്ലാതെ നമ്മൾ ഒരിക്കലും സാർ ഈ മെഷീൻ കൊണ്ടുപോകും ഇത് നല്ലതാന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നില്ല. കാരണം കസ്റ്റമർ വന്നു, ഫീൽ ചെയ്തു, അവര് ടച്ച് ആൻഡ് ഫീൽ, അവര് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ മെഷീൻ അവർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ അവർക്ക് ഇപ്പം ഒരു കസ്റ്റമർ വന്നിട്ട് ഈ ചെയ്യണമെന്ന് ചിലപ്പോൾ പറ്റില്ലാത്തതാണെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയും. കാരണം അവരെ അത് നമ്മൾ കൊടുത്തിട്ട് നമുക്കും പ്രയോജനമില്ല, അവർക്കും പ്രയോജനം. അതുപോലെ നമുക്ക് നമ്മളെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെല്ലാം വന്ന് അവർ കണ്ട് അവർക്കെല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ മെഷീൻ സെയിൽ ചെയ്യുന്നത്. നമ്മൾ എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട്? നമ്മൾ 25 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അതായത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് 25 വർഷമൊക്കെ നിലനിന്ന് പോകാൻ പറ്റുക. കാരണം ഇനിയും നമ്മൾ ഫ്യൂച്ചറിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 25 വർഷമായിട്ട് പാക്കിംഗ് ആൻഡ് ഫില്ലിംഗ് ഫീൽഡിൽ നമ്മൾ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഇപ്പം 5 പാക്കറ്റിന്റെ മാലയാണ് ഓരോ നമ്മൾ ഇതിനകത്ത് പാക്കറ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിത് 10 വേണമെങ്കിൽ 10 സെറ്റ് ചെയ്യാം, ഓരോ പീസ് വേണമെങ്കിൽ ഓരോ പീസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് കസ്റ്റമറുടെ റിക്വയർമെന്റ് അല്ലെ അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഇതുവഴി വൈബ്രേറ്റർ വഴി വന്ന് ലോഡ് സെല്ലിൽ വീഴുകയാണ് ചെയ്യുന്നത്. ഈ ലോഡ് സെല്ലിൽ നമ്മൾ എത്രയാണ് സെറ്റ് ചെയ്തത് അത് കഴിയുമ്പോൾ മൗത്ത് ഓപ്പൺ ആയി ഫിലിം റോളായിട്ട് പാക്ക് ചെയ്ത് താഴെ വരും. ഇതിപ്പോ നേരത്തെ പറഞ്ഞ സിംഗിൾ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ മാല പോലെ വേണമെങ്കിൽ മാല പോലെ കട്ട് ചെയ്യാം. ഇനിയിപ്പോ ബാച്ച് പോലെ 5 എണ്ണം വെച്ച് വേണമെങ്കിൽ 5 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. 5 എണ്ണം വെച്ചിട്ടുള്ള മാല പോലെ കിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലെ തൂക്കിയിടാനൊക്കെ എളുപ്പമാണ്. നമ്മളിതിപ്പം 10 to 100 ഗ്രാമിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. നമ്മളിത് പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് മാല പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് വരുന്നത് ഇതിന്റെ 2 ചോടെ ഹീറ്ററിന്റെ ഇതാണ് വരുന്നത്. എത്ര സീൽ ചെയ്യണം എന്നുള്ളത് വരും. വന്നിട്ട് നമ്മള് ഇവിടെയാണ് അതിന് എത്ര ഗ്രാം വേണമെന്നുള്ളതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് 10 ഗ്രാമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെയാണ് ലോഡ് ചെയ്യുന്നത്. ഇത് ഫിലിം റോളാണ്. നമുക്കിത് ബ്രാൻഡായിട്ടുള്ള പ്രിന്റഡ് റോൾസ് നമുക്കിടാം. റോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇവിടെ വന്ന് ലോഡ് സെല്ലിൽ വീണ് കഴിഞ്ഞ് നേരെ പാക്ക് ആവും. താഴെ നമുക്ക് മാല പോലെ വരും. ഇനി സിംഗിൾ പൗച്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ പൗച്ചായിട്ട് കിട്ടും. നമുക്കിത് വരുന്നത് സിപ്പ് പാക്കിംഗ് മെഷീനാണ് വരുന്നത്. നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൗച്ചസിൽ നമുക്ക് സിപ്പ് പാക്ക് ചെയ്യാവുന്ന
മെഷീനാണ്. ഓക്കെ. അടുത്ത് വന്നിട്ട് ഇത് നമുക്ക് പേസ്റ്റ് ഫില്ലിംഗ് മെഷീനാണ്. സിപ്പ് പാക്കിംഗ് മെഷീൻ എത്ര പ്രൈസ് വരും ചേട്ടാ? ഷിപ്പ് പാക്കിംഗ് മെഷീൻ നമുക്ക് 80,000 മുതൽ സ്റ്റാർട്ടിങ് വരും. 80,000. 80,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരും. ഇത് പറഞ്ഞാൽ നമുക്ക് പേസ്റ്റ് ഫില്ലിംഗ് മെഷീൻസ് ആണ്. മാനുവലി നമ്മുടെ ബാറ്ററി ഐറ്റംസ് ഇല്ല, ഇപ്പൊ ക്രീംസ്, അതുപോലെ തന്നെ ദോശമാവ്, അരിമാവ്, അതുപോലെ വരുന്നതെല്ലാം നമുക്ക് നോർമലി നമുക്ക് ബോട്ടിലോട്ട് വെച്ചിട്ട് പാക്ക് ചെയ്യുന്ന മെഷീൻ. അതിന്റെ തന്നെ ന്യൂമാറ്റിക് ടൈപ്പ് വരുന്നതാണ് ഈ ഇരിക്കുന്നത് പേസ്റ്റ് ഫില്ലിംഗ് മെഷീൻസ്. 10 to 100 ഗ്രാമിന്റെ ഉണ്ട്, 100 to 1 ലിറ്ററിന്റെ നമുക്ക് ചെയ്യാവുന്നുണ്ട്. ഇത് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ ആണ് വരുന്നത്. നമുക്കിപ്പോ വെളിച്ചെണ്ണ പോലത്തെ ഐറ്റംസ്, വിസ്കോസിറ്റി കുറച്ച് കുറഞ്ഞതൊക്കെ, അതല്ല ലിക്വിഡ് ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ് എല്ലാം നമുക്ക് പാക്ക് ചെയ്യാം. നമുക്ക് ഇത് വരുന്നത് ഒരു എൽ സീലർ വിത്ത് ഷിങ്ക് ടണൽ കോംബോ ആണ് വരുന്നത്. അതായത് നമ്മളിപ്പോ മൊബൈലിന്റെ കവേഴ്സ്, അതുപോലെ തന്നെ ഇപ്പൊ ഓഫർ പാക്കറ്റ് ഒക്കെ ഇല്ലേ, ഇപ്പൊ മറ്റേ ഡേറ്റ്സിന്റെ പാക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് സ്ലീവ് ചെയ്ത് വരും. അതായത് ഒരു ഓപ്പൺ ബോക്സ് ആയിട്ട് നമ്മൾ എടുത്ത് കിട്ടത്തില്ലേ, അതുപോലെ ചെയ്യാം. നമ്മളിപ്പം കവറിലിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറായിട്ട് കിട്ടും. എന്നിട്ട് ടണലിന്റെ ഉള്ളിൽ കൂടെ കയറി പുറത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് സീൽഡ് ആയിട്ട് പാക്കിംഗ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് 2-3 ബോക്സസ് അല്ലെങ്കിൽ 10 ബോക്സസ് ഒക്കെ ചെയ്യാവുന്ന ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നോട്ട്ബുക്കുകളൊക്കെ, നോട്ട്ബുക്കുകള്, അതുപോലെ തന്നെ മറ്റേ ഇപ്പൊ അച്ചാറിന്റെ ഒരു 10-15 പാക്കറ്റ് ബോക്സസ്, മൊബൈലിന്റെ ബോക്സസ്, ഡയറീസ്, അതുപോലെ തന്നെ മറ്റേ ഡേറ്റ്സിന്റെ ഈന്തപ്പഴത്തിന്റെ പാക്കറ്റ് വരുന്നത്, അതെല്ലാം നമുക്ക് ചെയ്യുന്നതെല്ലാം ഈ എൽ സീലർ വിത്ത് ഷിങ്ക് ടണൽ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് വെള്ളത്തിന്റെ ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യില്ലേ, ഇതിന് തന്നെ ഓട്ടോമേറ്റഡ് മെഷീൻസ് എല്ലാം ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരും? 2 മെഷീനും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു 55,000 പ്ലസ് ടാക്സ് മുതൽ സ്റ്റാർട്ടിങ് വരും. ഷിങ്ക് ടണൽ നമുക്കൊരു 35,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള മെഷീൻസ് ഉണ്ട്. അതായത് ഒരു 1 ലക്ഷത്തിനകത്ത് 2 മെഷീൻസ് ചെയ്യാം.